ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറയണത്, അങ്ങനെ അശ്വിന്റെ മോതിരത്തിന്റെ അളവൊക്കെ നമ്മുടെ അഞ്ജലി എടുക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഫോൺ വിളിക്കുകയാണ്. ഹലോ മേഡം എന്ന് പറയുമ്പോഴേക്കും, അഞ്ജലി നാളെ ശ്രുതി നാളെ രാവിലെ തന്നെ വരണം കേട്ടോ, നാളെ നമുക്ക് മോതിരം എടുക്കാൻ വേണ്ടി പോകണം, നമുക്ക് അപ്പൊ ജ്വല്ലറി പോകണം മേഡം എന്ന് ശ്രുതി ഫോണിൽ കൂടി ചോദിക്കുമ്പോൾ, ജ്വല്ലറി ഒന്നും പോകണ്ട, നമുക്ക് പരിചയമുള്ള ഒരു തട്ടാനുണ്ട്, അയാളെ പോയി കണ്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയിപ്പിക്കാം എന്നൊക്കെ പറയുവാണ്. ഇതെല്ലാം ഫോണിൽ കൂടി അവർ സംസാരിക്കുമ്പോൾ അശ്വിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. വാശിക്കാണെങ്കിലും ഇതൊക്കെ ചെയ്ത് കുറച്ച് അധികമായി പോയോ എന്ന രീതിയിൽ അശ്വിൻ അങ്ങനെ തന്നെ നിൽക്കുവാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശ് കല്യാണം വിളിക്കണം എന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ, അതായത് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് വരുവാട്ടോ. അപ്പൊ പ്രീതി വാതിൽ തുറക്കുമ്പോഴേക്കും ആകാശിനെയാണ് കാണുന്നത്. അയ്യോ സാറോട് ഞാൻ പറഞ്ഞതല്ലെന്ന് പറയുമ്പോൾ ആകാശ് പറയണതൊന്നും കേൾക്കാൻ ശ്രുതി നിൽക്കുന്നില്ല, പ്രീതി നിൽക്കുന്നില്ല. സാർ എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അമ്മായി വരുന്നുണ്ട്. ആരാ പ്രീതി മോളെ അത് അമ്മായി ആരാ മനസ്സിലായില്ലായിരുന്നോ എന്ന് അമ്മായി പറയുമ്പോഴേക്കും ആകാശ് അമ്മായി ഞാൻ എന്ന് പറയുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട്, അമ്മായി മനസ്സിലായില്ലേ, നമ്മളന്ന് അശ്വിൻ സാറാമിന്റെ വീട്ടിൽ പോയപ്പോ അശ്വിൻ സാറാമിന്റെ അനിയനെ പരിചയപ്പെട്ടില്ലേ ആകാശ്, ഓ ഇപ്പൊ മനസ്സിലായിട്ടോ മോനെ, വാ വാ അകത്ത് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. എന്താ മോനെന്ന് ചോദിക്കുമ്പോ, അല്ല ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട് ആന്റിയും ചോദിക്കുമ്പോ, എല്ലാരും പുറത്തു പോയിരിക്കുക, ശ്രുതി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇവളുടെ അമ്മ അമ്പലത്തിൽ വരെ പോയിരിക്കുക, പിന്നെ ചേട്ടൻ അവിടെ കിടക്കുവാണ്. എന്താ മോനെ, അത് ഞാൻ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ പ്രീതിയുടെ മനസ്സാകെ പടപടാന്ന് ഇടിക്കുക കേട്ടോ. കാരണം ആകാശ് ഇപ്പൊ തന്റെ പ്രണയത്തിന്റെ കാര്യമൊക്കെ തുറന്നു പറയുമെന്നിട്ടാണ് നമ്മുടെ പ്രീതിക്ക് ആകെ ടെൻഷൻ. പക്ഷെ ആകാശ് ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി വരുവാണ്. അങ്ങനെ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അമ്മായി പറഞ്ഞ, എനിക്ക് തോന്നി നിങ്ങൾ കല്യാണം വിളിക്കാൻ വേണ്ടി ഇവിടെ വരുമെന്നും, എനിക്കറിയാം മോനെ, ഞങ്ങൾ എന്തായാലും വരാൻ കേട്ടോ എന്ന് പറയാണ്. അപ്പൊ എല്ലാരും കൂടി വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോകുവാണ്. പ്രീതി എടുത്ത് ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രീതിക്ക് വരത്തെ വിഷമം തോന്നുവാണ്. കാരണം ആകാശിനോട് ഇഷ്ടം ഉണ്ടായിട്ട് പോലും തന്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പൊ ആകാശ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും അഞ്ജലി ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഇഷ്ടം പ്രീതി എടുത്ത് പറഞ്ഞോ ചോദിക്കുമ്പോൾ പറഞ്ഞു, പക്ഷെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അത് സാരമില്ല, നീ അവൾക്ക് ഒന്നും കൂടി പോയി ഇഷ്ടം പറ, എന്നിട്ട് അവൾ എന്താ പറയണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയാണ്. ശരി ചേച്ചി എന്ന് ആകാശ് പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി വീട്ടിൽ വന്നതിന് ശേഷം ഒരേ ആലോചനയാട്ടോ. കാരണം നമ്മുടെ അഞ്ജലിയുടെ ഫോൺ എടുത്തപ്പോൾ ശ്യാമിന്റെ സൗണ്ട് പോലെ തോന്നിയല്ലോ, അത് ശ്യാം തന്നെയാണോ എന്ന രീതിയിൽ നമ്മുടെ ശ്രുതിക്ക് വല്ലാത്തൊരു ഡൗട്ട് തോന്നുവാണ്. അങ്ങനെ ശ്രുതി അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ശ്യാം വരുവാട്ടോ. ഹലോ ശ്രുതി മേഡം, എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല സർ, അതെ ഞാൻ ഇന്നേ അഞ്ജലി മാഡത്തിന്റെ ഫോൺ എടുത്തപ്പോ ശ്യാം സാറിന്റെ പോലത്തെ സൗണ്ടുള്ള ഒരാൾ സംസാരിച്ചായിരുന്നു. അതിന് ഞാനാണ് എന്ന് വിളിച്ചെന്നാണ് തന്റെ വിചാരം. അയ്യോ ഞാൻ ശ്യാം സാറാണെന്ന് പറഞ്ഞില്ലല്ലോ, ശ്യാം സാറിന്റെ അതേ സൗണ്ട് ആയിരുന്നു എന്ന് പറയാണ്. അതേ ട്യൂൺ, അതേ സംസാര രീതി, അത് ഞാനല്ലല്ലോ, വേറെ എത്രയോ പേർക്ക് നമ്മുടെ സംസാര രീതി കിട്ടും. അത് ശരിയാ എന്ന് പറയുമ്പോഴേക്കും ശ്യാം അവിടെ നിന്ന് പോകാട്ടോ. അപ്പൊ ശ്യാം പോയി കഴിയുമ്പോൾ ശ്രുതിക്ക് വളരെ സംശയം തോന്നുവാണ്. അങ്ങനെ ശ്രുതിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രുതി നാളെ മുതൽ ശരിക്കും ശ്യാമിനെ സംശയിച്ച് തുടങ്ങുവാട്ടോ. കാരണം ശ്യാമാണ് അഞ്ജലിയുടെ ഭർത്താവെങ്കിൽ അഞ്ജലിയുടെ ജീവിതം തകർന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് ശ്രുതിക്ക് വളരെ വിഷമം തോന്നുവാണ്. കാരണം തന്റെ കല്യാണം മുടങ്ങിയതിലല്ല, അഞ്ജലിയുടെ ജീവിതം തകർന്നല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ശ്രുതിക്ക് വിഷമമാണത്. അതേസമയം നമ്മുടെ അശ്വിന്റെ വീട്ടിലാണെങ്കിൽ ആഭരണങ്ങളും സാരികളും അതുപോലെ തന്നെ കല്യാണത്തിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ അവർ ജ്വല്ലറി പോവാണ്ട് തന്നെ ജ്വല്ലറിക്കാരെല്ലാവരും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അത് നോക്കിയിട്ട് സെലക്ട് ഒക്കെ ചെയ്യലുണ്ട്. നമ്മുടെ ലാവണ്യക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ലാവണ്യ ശ്രുതിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ട്, ശ്രുതി ഇതിനെല്ലാത്തിനും നന്ദി പറഞ്ഞത് നിന്നോടാണ്, നോക്കിക്കേ ഇതെല്ലാം നോക്കിക്കേ, പിന്നെ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട് ശ്രുതി, മെഹന്തി ചടങ്ങ് കൂടി നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, അശ്വിൻ സാർ സമ്മതിക്കുമോ എന്തോ, എന്തായാലും അത് നടത്താൻ വേണ്ടി അശ്വിൻ സാറിനടുത്ത് ചോദിച്ചു നോക്കാം, നടത്തുവാങ്കിൽ നല്ലതല്ലേ, ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ട്രെൻഡിങ് അല്ലേ മെഹന്തി ചടങ്ങ്, അത് നടത്താൻ പറ്റുമെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയാട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡും മറ്റന്നാളത്തെ എപ്പിസോഡും ഫുൾ ഇവിടെ എൻഗേജ്മെന്റ് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയും അതുപോലെ തന്നെ ശ്രുതി ശ്യാമിനെ സംശയിക്കുന്ന ഭാഗം അതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം ഇവിടെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ധൃതിയും ഓട്ടപ്പാച്ചിലും അതിനിടയ്ക്ക് ആകാശിന്റെ പ്രീതിയിലെ പ്രണയവും അവർ തുറന്നു പറയാൻ പറ്റാത്ത അവർ വിഷമിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് എപ്പിസോഡിലുള്ളത് കേട്ടോ. നാളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.